നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ഇറാന്റെ തല പിളർക്കാൻ, ഇറാന്റെ ഭീകരവാദത്തിനും പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിനും ആണിയടിക്കാനും കളത്തിലേക്കിറങ്ങാതെ എന്നാൽ കളത്തിന് പുറത്തുനിന്ന് ചെക്ക് വെക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമൊപ്പം മറ്റൊരു വമ്പൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇറാനെ മുച്ചൂടും മുടിച്ച് ഒടുക്കാൻ പശ്ചിമേഷ്യയിൽ വമ്പൻ നീക്കങ്ങളാണ് നടന്നത്. 2023 ഒക്ടോബർ 7 ഹമാസിനെ ഇറക്കി ഇസ്രയേലിലേക്ക് ആക്രമണം തുടങ്ങിവെച്ച ഇറാൻ കണക്ക് കൂട്ടിയില്ല വരാനിരിക്കുന്നത് സർവനാശമാണെന്ന്. ഇറാന് സർവനാശം വിധിക്കാൻ കാത്തിരുന്ന വമ്പന്മാർ ഏറെയാണ്. അവരുടെ കൈകളിലേക്ക് തന്നെ ഇറാൻ വജ്രായുധം വെച്ചുകൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി പറയുന്നുണ്ട്, അതായത് സിറിയയിൽ ഇറാന്റെ അച്ചുതണ്ടിനെ തകർത്തെറിയാൻ കളിച്ചത് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ നീക്കങ്ങളായിരുന്നുവെന്ന്. എന്നാൽ അമേരിക്കയും ഇസ്രയേലും മാത്രമല്ല, ഇറാനെ തീർത്തുകെട്ടാൻ മറ്റൊരാൾ കൂടി അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുകയാണ്. സൗദി ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. സൗദിയുടെയും ഏറ്റവും വലിയ ആവശ്യമാണ് ഇറാനെ തകർത്തെറിയേണ്ടത്. ഹൂതികളെ ഇറക്കി സൗദിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളതും അവസരം കിട്ടുമ്പോഴൊക്കെ സൗദിയെ അടിക്കുന്നതും ഇറാൻ തന്നെയാണ്. സിറിയയിലെ സുന്നി വിഭാഗം വിമത ഗ്രൂപ്പുകൾ സിറിയയിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് തലപൊക്കുമ്പോൾ സൗദിയുടെ മൗനാനുവാദവും ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതായത് ഇറാൻ ഇതുവരെ കാണാത്ത നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത്. ഖമനേയിക്ക് ഇനി ഇരിക്കപ്പൊറുതി ഉണ്ടാകില്ല. കാരണം ഇനി ഈ ഗ്രൂപ്പുകൾ ചേർന്ന് മറിച്ചിടാൻ നോക്കുന്നത് ഇറാൻ ഭരണകൂടത്തെയാണ്, അവിടുത്തെ മത പോലീസിനെയും ആയത്തുള്ള അലി ഖമനേയിയെയുമാണ്. ഇറാനെ ഇനി കാത്തിരിക്കുന്നത് അത്ര നല്ല ദിനങ്ങളല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. പശ്ചിമേഷ്യയിലെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ മുനയാണ് സിറിയയിൽ ഒടിഞ്ഞു വീണത്. ഇറാനും അത് നേതൃത്വം നൽകുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി സംഘങ്ങൾക്കും റഷ്യയ്ക്കും ഏറ്റ തിരിച്ചടിയാണ് അസദിന്റെ പതനം. ഇവരായിരുന്നു അസദിന്റെ താങ്ങ്. സിറിയക്കെതിരെ നടന്നത് ആഴമേറിയ ഗൂഢാലോചനയാണ്. അറബ് മേഖലയിൽ ഇറാന് മിത്രങ്ങളല്ല, ശത്രുക്കളാണ് അധികവും. ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാന്റെ ശക്തി ഹമാസ്, ഹൂതി, ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ സംഘടനകളാണ്. ഇവരിലൂടെയാണ് ഇറാൻ ഇക്കാലമത്രയും ഓപ്പറേഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിനെതിരെ ഹമാസിനെ കച്ചകെട്ടിച്ചിറക്കിയതും ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിച്ചതും സൗദി അറേബ്യക്കെതിരെ ഹൂതികളെ കൊണ്ട് മിസൈൽ അയപ്പിക്കുന്നതുമെല്ലാം മേൽപ്പറഞ്ഞ പ്രതിരോധത്തിന്റെ ഭാഗമാണ്. പിന്നെ സ്വന്തമായി ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന പറച്ചിലുമാണ് ഇറാനെ ഈ മേഖലയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഇറാന്റെ ന്യൂക്ലിയർ ബോംബ് അമേരിക്കയെ മാത്രമല്ല, അറബ് മേഖലയിലെ സമ്പന്നരായ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ തുടങ്ങിയവരെയെല്ലാം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഈ സമ്മർദ്ദം കൊണ്ടുകൂടിയാണ് സൗദിയെ പോലെയുള്ള വൻ രാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്നത്. ഹൂതി, ഹമാസ്, ഹിസ്ബുള്ള സംഘങ്ങളെ ഇറക്കി ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ, ജൂതരെ കൊന്നൊടുക്കാൻ ഇറാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ തൊട്ടിപ്പുറത്ത് അതിനേക്കാൾ വലിയ ഒരു ഗ്രൂപ്പ് വമ്പൻ രാജ്യങ്ങൾ കൈകോർത്ത് ഇറാന്റെ തലയെടുക്കാൻ കാത്തിരിപ്പുണ്ട് എന്ന് കണക്ക് കൂട്ടാൻ ഖമനേയിക്ക് കഴിഞ്ഞില്ല. ശരിക്കു പറഞ്ഞാൽ ഖമനേയിയുടെ പിഴവാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കാനുള്ള അതിമോഹവുമായി ഖമനേയി ഇറങ്ങിയപ്പോൾ അവരുടെ ബുദ്ധി എത്രത്തോളമാണ്, അവർ എവിടം വരെ പോകും, ഏതറ്റം വരെയും പോകും എന്ന് കണക്കാക്കാൻ പോലും ഖമനേയിക്ക് കഴിഞ്ഞില്ല. നമുക്കറിയാം, പലസ്തീനിൽ യുദ്ധം തുടങ്ങുമ്പോൾ, ഗാസയിൽ ഇസ്രയേൽ യുദ്ധം തുടങ്ങിവെക്കുന്ന ഘട്ടത്തിൽ പലസ്തീൻ വിഷയത്തിൽ സൗദി പലപ്പോഴും ഇസ്രയേലുമായി വാക്പോരുകൾ നടത്തിയിരുന്നു. അതായത് പലസ്തീന് നേർക്കുള്ള ഈ അധിനിവേശം, പലസ്തീന് നേരെയുള്ള ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരിക്കൽ പോലും ഹമാസിന് നേരെയുള്ള ആക്രമണം നിർത്തണം എന്ന് സൗദി പറഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു പ്രസ്താവന സൗദിയുടെ നാവിൻ തുമ്പിൽ നിന്ന് വരില്ല. കാരണം അമേരിക്കയെ പിന്തുണയ്ക്കുന്ന സൗദിക്ക് ഉറപ്പായും ഇസ്രയേലിനെ അകറ്റി നിർത്താൻ കഴിയില്ല. ഇനി മുൻപോട്ടുള്ള കാലഘട്ടങ്ങൾ അത് അമേരിക്ക, ഇസ്രയേൽ, അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രത്തിന്റെയും സാമ്പത്തിക ബന്ധത്തിന്റെയും നാളുകൾ കൂടിയാണ്. കാരണം ട്രംപാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് ലോകക്രമം തന്നെ സൃഷ്ടിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ്.
അപ്പോൾ ഇസ്രയേലിനെ ഒരു തരത്തിലും മാറ്റി നിർത്താൻ അറബ് രാജ്യങ്ങൾക്ക് കഴിയില്ല. അറബ് രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവുമാണ് ഇറാന്റെ അപ്രമാദിത്വം പശ്ചിമേഷ്യയിൽ അവസാനിപ്പിക്കുക എന്നുള്ളത്. കാരണം എല്ലാ കാലത്തും സൗദിക്ക് ഭീഷണിയായി നിൽക്കുന്നത് ഈ ഹൂതി വിമതരാണ്. ഇറാൻ സൗദിയെ ഭയപ്പെടുത്താനും പ്രതിസന്ധിയിലാക്കാനും പ്രതിരോധത്തിൽ വരിഞ്ഞുകെട്ടി ഇറാന്റെ നീക്കങ്ങൾ നടപ്പിലാക്കാനും സൗദിയെ പ്രേരിപ്പിക്കുന്നതിൽ സൗദി ഏറ്റവും ഭയപ്പെടുന്നതും ഈ ഹൂതി വിമതരെയാണ്. കാരണം ഹൂതി വിമതരെ ഇറക്കിയാണ് എല്ലായ്പ്പോഴും സൗദിയെ വരുതിയിലാക്കാൻ ഇറാൻ ശ്രമിക്കാറുള്ളത്. എന്നാൽ ഇസ്രയേൽ യുദ്ധം തുടങ്ങി വെക്കുമ്പോൾ ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടാണ് ആദ്യം തകർന്നു വീണത്. ആദ്യം ഹമാസിനെ തീർത്തുകിട്ടി, പിന്നീട് ഹിസ്ബുള്ളയെ ഇല്ലാതാക്കി. അതായത് ലബനനിൽ കയറി അടിച്ചു തീർത്തിട്ടാണ് ഇസ്രയേൽ തിരികെ വന്നത്. ഇനി ബാക്കിയുള്ളത് ഹൂതി വിമതരാണ്. ഹൂതി വിമതർ ചെങ്കടലിൽ ചില ആക്രമണങ്ങൾ നടത്തുന്നു എന്നതല്ലാതെ ഇസ്രയേലിലേക്ക് കയറി വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് മുതിർന്നിട്ടില്ല. അത്തരത്തിലൊരു നീക്കം വന്നാൽ ഉറപ്പായും ഇസ്രയേൽ ഹൂതികൾക്ക് നേരെ തിരിയും. മാത്രമല്ല, ഹൂതികളെ തീർത്ത് കെട്ടാൻ ഇസ്രയേൽ അല്ല ഇറങ്ങാൻ പോകുന്നത്, അമേരിക്കയാണ്. ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ ഹൂതികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അവരുടെ ആയുധ ശേഖരം എത്രത്തോളം ഉണ്ട് എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക ബാക്കി വെച്ചിരിക്കുകയാണ്, അവരെ വിട്ടുവെച്ചിരിക്കുകയാണ് ട്രംപ് അധികാരത്തിൽ എത്തിയതിനു ശേഷം അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. പിന്നീട് നമുക്കറിയാം സിറിയയിലായിരുന്നു ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ ഏറ്റവും ശക്തമായ കേന്ദ്രം. ആ അച്ചുതണ്ട് തകർത്തെറിഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഇറാഖിലെ സായുധ സംഘങ്ങളാണ്. സിറിയയിൽ വിമതർ അധികാരം പിടിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ ഇസ്രയേലിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിന് കീഴിലാണ് സിറിയ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഒരു കളികളും ഇനി സിറിയയിൽ നടക്കില്ല എന്നുള്ളത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉറപ്പായിരിക്കുന്നു. കാരണം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കൈകളിലെത്തിയിരിക്കുന്നു സിറിയയുടെ എല്ലാ ഭാഗങ്ങളും. അവർ വിമതരെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിച്ചത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും ആയുധ കേന്ദ്രങ്ങളും രാസായുധ നിർമ്മാണ കേന്ദ്രങ്ങളും എല്ലാം തകർത്തെറിയാനാണ്. അങ്ങനെ മുച്ചൂടും വിമത സംഘങ്ങൾ ചേർന്ന് ഇറാനെ കെട്ടുകെട്ടിച്ചിട്ടുണ്ട് സിറിയയിൽ നിന്ന്. അങ്ങനെ ആകെ കൂടി അടികിട്ടി നിൽക്കുകയാണ് ഇറാന്. ഇനിയിപ്പോൾ ഇറാനെ കാത്തിരിക്കുന്നത് അവരുടെ തല തകർക്കുന്ന നിമിഷങ്ങളാണ്. ടെഹ്റാൻ ഇല്ലാതാക്കും എന്ന് തന്നെ ഇസ്രയേലും അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിറിയയിൽ നടന്ന അട്ടിമറി ഈ മേഖലയിലെ ഭൗമരാഷ്ട്രീയ സന്തുലിതാവസ്ഥയെ കാര്യമായി ബാധിക്കും. ഇസ്രയേലും ഇതിന്റെ ഒരു വലിയ ഗുണഭോക്താവാണ്. കൊടും ഭീകരനാണ് അബു ജലാനി. ഒരു കാലത്ത് ഐസിസ് നേതാവ് അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ വലങ്കയായിരുന്നു അദ്ദേഹം. സിറിയയിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ പരസ്പരം പോരടിച്ചു നിന്ന ഒട്ടേറെ സംഘങ്ങളിൽ ഒന്നാണ് ഹയാത്ത് തഹ്രീഖ് അൽ ഷാം, അതിന്റെ നേതാവ്. എന്നാൽ വളരെ പെട്ടെന്നാണ് ജലാനി പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വീരനായകനാകുന്നത്. അട്ടിമറിക്കും മുൻപ് അതിനടുത്ത ദിവസങ്ങളിലും CNN അടക്കമുള്ള പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ മുഹമ്മദ് ജലാനിയുടെ അഭിമുഖങ്ങൾ വ്യാപകമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് കേവലം യാദൃശ്ചികമല്ല. അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും കൂടാതെ സൗദിയുടെയും ചില നീക്കങ്ങൾ സിറിയയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. വരും നാളുകളിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സ്വാധീനം കൂടും. അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദീനുകളെ കാലം തൊട്ടേ റിബലുകളെ കൊണ്ട് ഭരിപ്പിക്കാനും അവരെ ഭരിക്കാനും അമേരിക്കയ്ക്കുള്ള കഴിവ് എല്ലാവർക്കും അറിവുള്ളതാണ്. പരസ്പരം പോരടിക്കുന്ന സിറിയൻ ഗോത്ര കൂട്ടായ്മകളെ ചേർത്ത് നിർത്താൻ അബൂജലാനിക്കും സഹായം വേണ്ടിവരും. ഏറ്റവും ചുരുങ്ങിയത് ആദ്യ നാളുകളിലെങ്കിലും വേണം. അപ്പോൾ അമേരിക്കയുടെ ഒരു പിന്തുണ, അല്ലെങ്കിൽ അമേരിക്ക തങ്ങളെ തൊടില്ല എന്നുള്ള ഒരു ഉറപ്പ് ഈ ജലാനിക്ക് വേണം. അതുകൊണ്ട് തന്നെ IS-ഉമായും അൽഖ്വയ്ദയുമായും മാറി നിൽക്കുന്ന ഒരു സമീപനം തന്നെ ജലാനി സ്വീകരിക്കും. അത്തരത്തിലല്ല ജലാനിയുടെ നീക്കമെങ്കിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ജലാനിയെയും കൂട്ടരെയും തകർത്തെറിയുമെന്നുള്ളത് ജലാനിക്ക് തന്നെ വ്യക്തമായി അറിയാം. ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇറാന്റെ കോട്ടകൊത്തളങ്ങൾ തകർത്തെറിയുന്ന, അതായത് ആണവ കേന്ദ്രങ്ങൾ തകർത്തെറിയാനുള്ള നീക്കമാണ്. ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബോംബിട്ട് തകർക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അധികാരമേറ്റെടുത്താൽ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരങ്ങൾ. പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കാര്യത്തിൽ തുടരുന്ന നിലപാട് മാറ്റാൻ തന്നെയാണ് ട്രംപ് പദ്ധതി ഇടുന്നത് എന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇറാൻ എല്ലാ തരത്തിലും ദുർബലമായിരിക്കുകയാണ്. കൂടാതെ ഇവർ ഇപ്പോൾ ആണവ പദ്ധതികൾ തുടരുന്നതായുള്ള വാർത്തകളുമാണ് ട്രംപിനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇറാനെ നിലയ്ക്ക് നിർത്തുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ ട്രംപിന്റെ ടീം അന്വേഷിക്കുകയാണ് എന്നാണ് വിവരങ്ങൾ. ഇസ്രയേലിന്റെ ആക്രമണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം അമേരിക്ക കൂടുതൽ സേനകളെയും കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിലേക്ക് അയക്കുന്നത്
ഈ നീക്കം കൊണ്ടാണ്. ഇസ്രയേലും പണി തുടങ്ങിയിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് ഇസ്രയേൽ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇസ്രയേൽ എയർഫോഴ്സ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് മേലുള്ള നിരീക്ഷണം ശക്തമാക്കിയതായാണ് വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇറാനും ഭയക്കുന്നുണ്ട് ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളത്. അസദിന്റെ വീഴ്ചയോടെ മേഖലയിൽ ഇറാൻ ഒറ്റപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ വിലയിരുത്തൽ. ലബനനിൽ ഹിസ്ബുള്ളയുടെ കരുത്തു ചോർന്നതും ഇറാനുള്ള തിരിച്ചടിയാണെന്നാണ് പ്രതിരോധ സേനയുടെ വിലയിരുത്തൽ. സിറിയയ്ക്ക് മേലുള്ള ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചുവെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. ഇത് ഇറാനിലേക്ക് സുരക്ഷിതമായ പാത ഒരുക്കുമെന്നാണ് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അസദിന്റെ കാലത്തുണ്ടായ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 86% നശിപ്പിച്ചുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. സിറിയയിൽ നീണ്ട 50 വർഷത്തിനിടെ സാധ്യമാകാത്തതാണ് 2 ദിവസത്തിനിടെ ഇസ്രയേൽ പൂർത്തിയാക്കിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വ്യക്തമാകുന്നത്. 480 വ്യോമാക്രമണങ്ങളിലായി സിറിയയുടെ കരനാവിക വ്യോമസേനകളും ആയുധശേഷിയും സമ്പൂർണമായി തുടച്ചു നീക്കപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ. അധിനിവേശ ഗോലാൻ കുന്നുകൾക്കപ്പുറത്തെ ബഫർ സോണും കടന്ന് സിറിയയ്ക്കുള്ളിൽ ഇസ്രയേൽ കരസേനാ സാന്നിധ്യമെത്തി. ആയുധമുക്ത സിറിയ എന്ന ലക്ഷ്യം അങ്ങനെ ഒട്ടും എതിർപ്പില്ലാതെ എളുപ്പത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ തന്നെ വ്യക്തമാക്കുന്നത്. അതായത് ഒരു വിജയം, അതിൻ്റെ ആഘോഷത്തിന്റെ നിറവിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഉള്ളത്. ഇറാന് ചങ്കിൽ തീയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.